പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച അർജുൻ ആയങ്കിക്കായി തെരച്ചിൽ തുടരുന്നു. കർണാടകയിലേക്ക് കടന്നുവന്ന പ്രചരണം തള്ളി പോലീസ്. അതിനിടെ എടപ്പാളിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലെ കഫേയിൽ നിന്നുള്ള അർജുൻ ആയങ്കിയുടെയും സംഘത്തിന്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. KG ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും പോലീസിന്റെ കണ്ണുവെട്ടിച്ച അർജുൻ ആയങ്കി ഇപ്പോഴും ഒളിവിലാണ്. അർജുനായി തെരച്ചിലടക്കം തുടരുകയാണ്. ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? അർജുനെ പിടികൂടാനായി ശക്തമായ പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിലാണ് 10-അംഗ സംഘമാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ, അതോടൊപ്പം തന്നെ മലപ്പുറം, കോഴിക്കോട്, എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഊർജിതമായി നടക്കുന്നത്. ഇന്നലെ തൃശ്ശൂരിൽ നിന്നും അർജുൻ ആയങ്കിയുടെ സഹോദരനെ പിടികൂടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലാണ് ഇപ്പോൾ ഏറ്റവും അധികം പരിശോധനകൾ നടക്കുന്നത്. അതിനിടയിൽ തന്നെ കഴിഞ്ഞ 5-ാം തീയതി മലപ്പുറത്തെ എടപ്പാളിൽ നിന്നുള്ള ഈ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അന്ന് ഈ അർജുൻ ആയങ്കിയോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമായി നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം, ഈ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സുഹൃത്തുക്കൾ ഉൾപ്പെടെ 21 പേരെ പോലീസ് പിടികൂടി. ഇവരിൽ നിന്നാണ് ഇപ്പോൾ കൂടുതലും അന്വേഷണ സംഘം ഈ വിവരങ്ങൾ ചോദിച്ചറിയുന്നത്. ഈ അർജുൻ ആയങ്കിയുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് എത്രയും വളരെ വേഗത്തിൽ തന്നെ അർജുൻ ആയങ്കിയെ പിടികൂടുക എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ ലക്ഷ്യം. അങ്ങനെ പോലീസ് ഒരു ഭാഗത്ത് തിരച്ചിൽ ഊർജിതമായി നടക്കുമ്പോഴും ഈ അർജുൻ ആയങ്കി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തന്നെ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. പോലീസിനെ വെല്ലുവിളിക്കുന്നു, ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറീസ് അടക്കമിട്ട് അർജുൻ ആയങ്കി ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും അർജുൻ ആയങ്കി തങ്ങളുടെ നിരീക്ഷണത്തിൽ ഉണ്ടെന്നാണ് പോലീസിൻ്റെ നിലപാട്. അങ്ങനെ നിലപാട് വ്യക്തമാക്കുമ്പോഴും പോലീസ് മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് ഈ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്തയുമായാണ് പോലീസിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അർജുൻ ആയങ്കി സംസ്ഥാനം വിട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾക്കും പോലീസ് ഉത്തരം നൽകുന്നുണ്ട്. അങ്ങനെ അർജുൻ ആയങ്കി കേരളം വിട്ടിട്ടില്ല, അതിർത്തി പ്രദേശങ്ങളിൽ വലിയ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് പോലീസിൻ്റെ വാദം. ഈ അർജുൻ ആയങ്കി ഈ സംസ്ഥാനം വിട്ട ശേഷം ഇപ്പോൾ ഹൈക്കോടതി ആയങ്കിക്ക് ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സുപ്രീം കോടതിയിലെല്ലാം എത്തി ജാമ്യമെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അർജുൻ ആയങ്കി നടത്തുന്നു എന്ന വിവരങ്ങൾ വരുമ്പോഴാണ് പോലീസ് അതിനെ തന്നെ പൂർണ്ണമായി തന്നെ തള്ളി. അങ്ങനെ ഒരു നീക്കം അർജുൻ നടത്തുന്നില്ല. അർജുൻ തങ്ങളുടെ നിരീക്ഷണത്തിൽ കൃത്യമായി തന്നെ ഉണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ വ്യക്തമാക്കുമ്പോഴും ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുൻ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. ശരി, വ്യക്തമാണ്. KG ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ഷിജിനായുടെ തെരച്ചിൽ നടത്തി. കടലിലെ ശക്തമായ കാറ്റിനെയും മഴയും തുടർന്നാണ് തെരച്ചിൽ നടത്തിയത്. അതേസമയം പുലർച്ചെ ആരംഭിക്കേണ്ട തെരച്ചിൽ 12 മണിയോടെ മാത്രമാണ് ആരംഭിച്ചത്.